ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് RR ഗെയിമിംഗ് ബോയ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് കളിക്കുന്ന ഗൈസ് ബസ് സിമുലേറ്റർ ഇൻറ്റൻഷൻ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇന്ന് അമേരിക്കൻ ഹോളിഡേയ്സ് ആണ് ഗൈസ് ഓടിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ ബ്യൂട്ടി ഹോളിഡേയ്സ് ആയിരുന്നു ഗൈസ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ എല്ലാ ബസ്സും ഓട്ടത്തിന് പോയേക്കാണ്. നമ്മുടെ രണ്ട് ഒരു സെഡസ്ത്ര സ്കൂൾ ട്രിപ്പ്, മറ്റേ സെഡസ്ത്ര കോളേജ് ട്രിപ്പ്, പിന്നെ നമ്മുടെ സെഡ് ഡൗണ് ഓഫീസ് ട്രിപ്പ്, പിന്നെ നമ്മുടെ അടുത്ത സെഡ് ഡൗണ് ഫാമിലി ട്രിപ്പ്, അങ്ങനെ കുറേ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന സമയത്താണ് ഇതുപോലെ അമേരിക്കൻ ഹോളിഡേയ്സിൻ്റെ മുതലാളി നമ്മളെ വിളിക്കുന്നതും ഇതുപോലെ ഡ്രൈവറെല്ലാം ഒന്ന് വരുമോ എന്ന് ചോദിച്ച്. കാരണം ഈ ബസ് ഓടിക്കുന്ന ഡ്രൈവറിന് എന്തോ അത്യാവശ്യമായിട്ട് എന്തോ മെഡിക്കൽ കേസ്, അതായത് ഹോസ്പിറ്റലിൽ പോകേണ്ട കേസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡ്രൈവർ പോയി. അപ്പം എന്നെ കോൺടാക്ട് ചെയ്ത. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരാമെന്ന്. അപ്പോൾ ഇത് ഒരു കല്യാണ ഓട്ടമാണ് ഓക്കെ, ഇത് അടുത്ത് തന്നെ ഉള്ള ആണ്. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. അത് മാത്രമേ നമ്മുടെ ബസ്സിൻ്റെ ഗ്യാരേജാണ് ഇത്. നമ്മൾ ഇത് വാങ്ങി. ഓക്കെ, ഈ ഒരു ഗ്യാരേജ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ബസ്സൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം ഓരോരോ ഓട്ടத்தைയും പോയി കാണാം. അപ്പം നമ്മുടെ അമേരിക്കൻ ടൂറിസ്റ്റ്, അതായത് ഈ ബസ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടേക്കുവാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് ചെറുക്കൻ്റെ വീട്. അവിടെ നമ്മൾ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരെ എടുത്ത് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെയും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്യാത്തുണ്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് BMR ആണ്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് BMR ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. നമ്മൾ ബ്യൂട്ടിക്കും ഒരു BMRും കാര്യങ്ങളൊക്കെ നമ്മൾ ഇറക്കുന്നുണ്ട്. ഓക്കെ, താമസിക്കാതെ തന്നെ നമ്മൾ ആ ഒരു BMRും കാര്യങ്ങളൊക്കെ ഇറക്കും. രണ്ടാഴ്ച നമുക്ക് ഈ ഒരു വഴി കൂടെ പോകാം ഗൈസ്, കാരണം ഈ ഒരു വഴി ഷോർട്ട് കട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴി കൂടെ പോകാം. അതാണ് നല്ല മഴയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് എന്താണ് പറയുക, ലൈറ്റൊക്കെ ഇട്ട് സെറ്റായിട്ട് അങ്ങ് പോകും. ഓക്കെ, ഇത് അത്യാവശ്യം കുണ്ടും കുഴിയൊക്കെ ആണ്. ഇതൊരു പൊട്ടിപ്പൊളിഞ്ഞ റോഡാണ്. എന്നാലും നമ്മൾ ആ ഒരു മെയിൻ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഫുള്ള് ട്രാഫിക് ആയിരിക്കും. അപ്പോൾ ഈ വഴി കൂടെ പോകണമെങ്കിൽ അങ്ങനെ ട്രാഫിക്കൊന്നും കാണത്തില്ല. അവിടെ മുന്നിൽ പോലീസൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇനി നേരെ ചെറുക്കൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. ഇനി എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, ഇവിടെയും ട്രാഫിക്കാണ്, എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഗായ്സ്. ആണ് നമ്മൾ ചെറുക്കൻ്റെ വീട്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതാണ്ട് നമ്മുടെ ബസ്സിൻ്റെ അകത്ത് ആൾക്കാരെല്ലാം ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഈ ചെറുക്കൻ്റെ വീടെന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 ബസ്സാണ്. ഓക്കെ, അതിൽ രണ്ടാമത്തെ ബസ്സാണ് എൻ്റേത്. അപ്പം ആദ്യത്തെ ബസ് ആൾക്കാരെയും കൊണ്ട് ആഡിറ്റോറിയത്തിലൂടെ പോയിട്ടുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ബസ് ഇപ്പോൾ വരുത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളോട് ഇവിടുന്ന് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൾക്കാരെല്ലാം കയറി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബസ് എടുത്തോളൂ എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ്ട് നമ്മൾ ഡോറും എല്ലാം അടച്ചിട്ട് ബസ് എടുക്കുകയാണ്. ആ ഒരു വണ്ടിയും കൂടെ പോയിട്ട് പുറമേ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് പെതുക്കെ എടുക്കാം. കാരണം ഇപ്പോൾ റോഡിൽ തട്ടുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവിടെ പെതുക്കെ എടുത്തത്. പൈസ ഒന്നാമത്തെ ബസ് ആൾക്കാരെയും കൊണ്ട് അങ്ങ് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. അതാണ് ഇവിടെ സിഗ്നൽ ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറേ നേരം നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് എന്താണെന്ന് അറിയത്തില്ല. ഇന്ന് ഫുള്ള് മഴയാണ്. ഓക്കെ, മഴ ആണ്, എന്തോന്നൊന്നും അറിയത്തില്ല. പൈസ നമ്മൾ എന്തായാലും ബ്യൂട്ടിക്ക് ഒരു BMRും കാര്യങ്ങളൊക്കെ നമ്മൾ താമസിക്കാതെ തന്നെ ഇറക്കുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് 2 സെഡസ്ത്രയും 2 സെഡ് ഡൗണും ആണ്. അപ്പം മൊത്തത്തിൽ 4 വണ്ടി നമ്മുടെ BMRൂടെ നമ്മൾ താമസിക്കാൻ ഇറക്കും. അങ്ങനെ 5 വണ്ടിയാണ് നമ്മുടെ കയ്യിൽ ഉള്ളത്. അപ്പം ഓഡിറ്റോറിയം കേസ് നമ്മൾക്ക് ഇവിടുന്ന് അടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലോട്ടാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബോറടിപ്പിക്കുന്നൊന്നുമില്ല. എന്തായാലും നേരെ ഓഡിറ്റോറിയത്തിലാണ്. ഓഡിറ്റോറിയം എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ആണ് നമ്മൾ ഓഡിറ്റോറിയം എല്ലാം എത്തിയിട്ടുണ്ടാണ്. നമ്മൾ ആൾക്കാരെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഡോറെല്ലാം അടച്ചാണ് നമ്മൾ ബസ് മുന്നോട്ട് എടുത്തിട്ടുണ്ട്. കാരണം ഗൈസ് ഇവിടെ നമുക്ക് ബസ് പാർക്ക് ചെയ്യേണ്ട സ്ഥലമുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഇവിടെ ആയിട്ട് ബസ് പാർക്ക് ചെയ്തിടാം. കാരണം ഇനിയും നമുക്ക് 2 ബസ് വരാനുണ്ട്. ഗൈസ് ഒന്നാമത്തെ ബസ് ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ ഗൈസ് കാണുന്നില്ല. എന്തായാലും ഗൈസ് നമുക്ക് കുറച്ച് നേരം നോക്കാം. ഇതിൽ ബസ് ഏതാണോ നോക്കാം ഗൈസ്. ഏതെങ്കിലും ബസ് വന്നാൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മൂന്നാമത്തെ ബസ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന ആൾക്കാരെ ഇറക്കിയിട്ട് പോയി ഗൈസ്. കാരണം ബസ്സിനകത്ത് ഡീസലൊക്കെ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ.